എന്നാ പിന്നെ വണ്ടി എടുക്ക്. ഇവനിത് എവിടെ പോയി? ആരോ ആരവൻ ഇവിടെയും കാണുന്നില്ലല്ലോ. ആരും ഇവിടെ ഒന്നും ഇല്ലേ? നമ്മുടെ ആരവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ആരവിടെ എന്തെങ്കിലും അപകടം പറ്റിയോ? ഇത് ആരവൻ നമ്മളെ വിട്ടു പോയോ? അങ്ങനെ പറയാതെടി, എനിക്കിത് കേക്കണ്ട. അതെവിടുന്നാ? ആരോ കരഞ്ഞ പോലെ തോന്നി. അത് എവിടുന്നത്? ആരവിന്റെ ശബ്ദം? ആരവിന്റെ ശബ്ദമല്ലേ? വാ നോക്കാം. ഈ ഭാഗത്താണല്ലോ കരച്ചിൽ കേട്ടത്. ദേ അവിടെ നോക്ക. അവിടുന്ന് ശബ്ദം കേട്ടു. ആരോ നിനക്ക് എന്താടാ പറ്റിയ? നിന്നെ അമരെന്തെങ്കിലും ചെയ്തോ? ആരവനെ കണ്ടെത്തിയല്ലോ. നിന്നെ കാണാതെ ഞങ്ങൾ പേടിച്ചു പോയി. ആരവേ, നീ ഓക്കെ ആണോടാ? എന്തിനാടാ കരയുന്നെ? ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഇല്ലേ? കരയാതെ, ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഉണ്ട്. നിനക്ക് എന്താ പറ്റിയേ? അവന്മാരെന്നെ കുറെ തല്ലി. ഞാൻ ചത്തൂന്ന് കരുതിയ അവന്മാരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്നിട്ട് അവന്മാരെവിടെ? എനിക്കറിയില്ല. അവന്മാര് എവിടേക്കോ പോയി. ഇപ്പോഴെന്റെ ബോധം വീണത്. അപ്പോഴാ ഞാൻ നിങ്ങളെ കണ്ടത്. എന്നെ അവന്മാര് തല്ലിച്ചതച്ച് അവസരാക്കിയപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ കൂടെ ഉള്ളപ്പോ എന്നെ അവരൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൺമുമ്പിലിട്ടല്ലേ എന്നെ അവന്മാർ അടിച്ചു ബോധം കെടുത്തിയത്. എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ നഷ്ടമാവില്ലായിരുന്നോ? ഞങ്ങൾ നിന്നെ കൈവിട്ടതല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സ്മോക്ക് ഉണ്ടായി. അവര് കെമിക്കൽ സ്പ്രേ ചെയ്തതാണെന്ന് അറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും തലകറക്കം ഉണ്ടായി. പിന്നെ ഒരു മയക്കം വന്നു. ഞങ്ങൾ ഉണർന്നപ്പോ മറ്റൊരു സ്ഥലത്തായിരുന്നു. ഞങ്ങളുടെ വണ്ടി അവിടെയായിരുന്നു. അതെങ്ങനെയാ സംഭവിച്ചെന്നറിയില്ല. അവന്മാര് നിങ്ങളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചായിരിക്കും. പിന്നീട് ആശ്രമം ഉപേക്ഷിച്ചതാവാം. അപ്പോ അവർ ഉദ്ദേശം എന്തായിരുന്നു? ആരവിനെ കൊല്ലുകയോ നമ്മളെ തട്ടിക്കൊണ്ടുപോവുകയോ ആയിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ അവരങ്ങനെ ചെയ്യാതെ പിന്മാറിപ്പോയതെന്താ? ഇവിടെ വേറെന്തെങ്കിലും നടന്നോ? മറ്റാരെങ്കിലും വന്നോ? എനിക്കറിയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഇനിയിപ്പോ ഇവിടെ നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ നിന്ന് ആപത്ത്. അവന്മാര് കൂടുതൽ ആളുകളുമായിട്ട് തിരിച്ചു വന്ന പ്രശ്നമാവും.
പോവാം. ആരവേ എഴുന്നേക്ക്, വാ പോവാം. പതിയെ നടക്ക്. പതുക്കെ പതിയെ നടക്ക്. കേറ്. വേഗം കേറിക്കോ. കേറ്. നാലു പേർ. അവർ 6 പേരല്ല. എങ്ങനെയെല്ലാം ആലോചിച്ചിട്ടും എനിക്കിതിന്റെ മീനിങ് മനസ്സിലാവുന്നില്ല ഗബ്രി. അതിന്റെ മീനിങ് മനസ്സിലാവണമെങ്കിൽ അത് എഴുതിയ ആള് തന്നെ നമ്മുടെ മുമ്പിൽ ഒന്ന് പറയണം. ഇതെഴുതിയത് ആരാണ്? ആരൻ എന്ന് എഴുതിയ ആള് തന്നെയാണോ ഇതും എഴുതിയത്? ആ വ്യക്തി തന്നെയാ ഇത് എഴുതിയിരിക്കുന്നത്. വ്യക്തി എന്ന് പറയുമ്പോ അത് ആരാ? ആൻ ഇൻവിസിബിൾ പേഴ്സൺ. എന്നുവെച്ചാ ഓജോ ബോർഡിൽ നീ പരാജയപ്പെട്ടില്ല എന്നാണോ? എന്നോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാവാത്ത വ്യക്തി മറ്റൊരു മാധ്യമത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയാവാം. ഒരാൾ മരണപ്പെട്ടു എന്ന സന്ദേശം നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോ ഈ 4 പേർ എന്ന് എഴുതിയിരിക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് 4 പേരുടെ മരണവാർത്തയാണോ? 4 പേരെന്ന് ഉദ്ദേശിച്ചത് 4 പേരുടെ മരണ വാർത്തയാണെങ്കിൽ ഈ മരണപ്പെട്ട 4 പേർ ആരാ? അത് സത്യമാണെങ്കിൽ അതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ഈ 6 പേരെന്ന് ഉദ്ദേശിക്കുന്നത് ഇത് എഴുതിയ വ്യക്തിയുടെ ടാർഗറ്റ് തന്നെയാണ്. ആ ടാർഗറ്റിൽ പെടുന്ന 4 പേരല്ല ഈ 4 പേർ എന്നല്ലേ ഇതിന്റെ മീനിങ്. ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെയാണ്. ഓജോ ബോർഡിൽ എന്നോട് സംസാരിക്കാൻ തയ്യാറാകാത്ത ആ വ്യക്തി. നീ ഉദ്ദേശിക്കുന്നത് അവളെയാണോ? ആരാണവൾ? അവൾ ആരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ആരൊക്കെയോ അവളുടെ ഇരകളായി തീരും. നമ്മൾ അറിയാത്ത ആരൊക്കെയാവാം അവളുടെ ഇരകൾ. ഗബ്രി, നിന്റെ അനുഭവങ്ങൾ കേട്ടപ്പോ ആദ്യമൊക്കെ എനിക്കൊരു കൗതുകം മാത്രമായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്കൊരു ഭയം തോന്നി തുടങ്ങിയിരിക്കുക. ആദ്യമൊക്കെ എനിക്കും ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരുതരം മരവിപ്പാ. ഇത്രയും വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇക്കാര്യം പോലീസിനെ അറിയിക്കേണ്ടതല്ലേ?